നമുക്കെല്ലാവർക്കും അറിയാൻ സാധിക്കും വാട്സപ്പിന്റെ ഓരോ സെറ്റിങ്സുകളും അധികവും നമുക്ക് സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സെറ്റിങ്സുകളാണ്. അപ്പൊ നമുക്കറിയാൻ സാധിക്കും ഒരു വ്യക്തിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രൊഫൈൽ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഫൈൽ നമുക്ക് കാണാൻ സാധിക്കും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്നുള്ള ഒരു പോപ്പപ്പ് ഇവിടെ കാണാൻ സാധിക്കും. ഏതൊരു വ്യക്തിയുടെ പ്രൊഫൈൽ നിങ്ങൾ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇവിടെ കാണാൻ സാധിക്കും. ഇത് വാട്സപ്പിന്റെ ഒരു പ്രത്യേക സെക്യൂരിറ്റിയാണ്. അതായത് നമുക്ക് ഒരാൾക്കൊരു മെസ്സേജ് നിങ്ങൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അയക്കുന്ന വ്യക്തിയും അത് ലഭിക്കുന്ന വ്യക്തിയുമല്ലാതെ മൂന്നാമതൊരാൾക്ക് വാട്സപ്പിലെ മെസ്സേജ് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാട്സപ്പിന്റെ അവകാശവാദം. അതായത് വാട്സപ്പിന്റെ സെർവറിൽ പോലും സേവ് ചെയ്യുന്നില്ല എന്നതർത്ഥം. വാട്സപ്പിന്റെ പോളിസിയുമായി ബന്ധപ്പെട്ട് വാട്സപ്പിന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് പ്രത്യേകം അവകാശപ്പെടുന്ന ഒന്നാണ് എൻഡ് ടു എൻക്രിപ്റ്റഡ്. അപ്പൊ നമ്മളൊരു വ്യക്തിയിൽ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ആ വ്യക്തി അയച്ച വ്യക്തിയും അത് ലഭിക്കുന്ന വ്യക്തിക്കും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വാട്സപ്പിന്റെ അവകാശവാദം. അപ്പം നമ്മൾ ഇന്നത്തെ വാട്സപ്പിന് പുതിയ അപ്ഡേറ്റിൽ വന്നൊരു സെറ്റിംഗ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. അതായത് നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ഇത്തരത്തിൽ എൻഡ് ടു എൻക്രിപ്റ്റഡ് ആയിട്ട് വാട്സപ്പ് നമ്മുടെ മെസ്സേജുകളൊക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും നേരത്തെ നമുക്ക് വാട്സപ്പിൽ ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കറിയാൻ സാധിക്കും വാട്സപ്പിന്റെ സെറ്റിംഗ്സിൽ നമ്മൾ ചാറ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ ഇവിടെ വാട്സപ്പിൽ ഒരു പോപ്പപ്പ് ഇതുപോലെ കാണാൻ സാധിക്കുമായിരുന്നു. അതായത് നിങ്ങൾ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന മെസ്സേജ് ഒരിക്കലും എൻഡ് ടു എൻക്രിപ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന്. അതായത് നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന മെസ്സേജുകളെല്ലാം മറ്റൊരാൾക്ക് വേണമെങ്കിൽ തുറന്നു നോക്കാം. അതായത് അത് മറ്റൊരു വ്യക്തിക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കും. അതിന് പ്രത്യേക സെക്യൂരിറ്റി ഇല്ലായിരുന്നു. നമുക്കറിയാം നമ്മൾ മാസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പോ ഒക്കെ നമ്മൾ മറ്റുള്ള വ്യക്തികളുമായി ചാറ്റ് ചെയ്ത മെസ്സേജുകളൊക്കെ നമ്മൾ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്ത് ആ മെസ്സേജുകളൊക്കെ നമ്മൾ തിരിച്ചെടുക്കാറുണ്ട്. വാട്സപ്പിന്റെ ഈ ബാക്കപ്പ് ഓപ്ഷനുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ പ്രത്യേകമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് ഈ വീഡിയോയുടെ അവസാനം എൻഡ് സ്ക്രീനിൽ നമ്മൾ അതിന്റെ ലിങ്ക് വെക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോ വീഡിയോയും വാട്സപ്പിന്റെ ഭാഗത്ത് നഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഇത്തരത്തിൽ ബാക്കപ്പ് ചെയ്യുന്ന മെസ്സേജിന് വാട്സപ്പ് ഇതുവരെ എൻഡ് ടു എൻക്രിപ്റ്റ് എന്ന ഓപ്ഷൻ കൊണ്ടുവന്നില്ലായിരുന്നു. എന്നാൽ വാട്സപ്പിന്റെ പുതിയ അപ്ഡേറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എൻഡ് ടു എൻക്രിപ്ഷൻ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. വാട്സപ്പിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലാണ് ഈ ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഈ ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. വാട്സപ്പിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലാണ് ഈ ഫീച്ചർ ലഭിക്കുന്നത്. പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഫീച്ചർ ലഭിക്കുന്നതാണ്. അപ്പൊ ഈ ഫീച്ചർ എങ്ങനെ ഉപയോഗിക്കാം, എന്താണ് ഈ ഫീച്ചേഴ്സിന്റെ ഉപകാരങ്ങൾ എന്നൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വാട്സപ്പിന്റെ ബാക്കപ്പിൽ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി നമ്മുടെ വാട്സപ്പിന്റെ ബാക്കപ്പുകൾ മറ്റു സുഹൃത്തുക്കൾ ആരെങ്കിലും എടുത്തു നോക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യുന്ന വ്യക്തികൾ എടുത്തു നോക്കുകയൊക്കെ ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയും മാത്രമല്ല ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ വാട്സപ്പ് ബാക്കപ്പ് എങ്ങനെ റിമൂവ് ചെയ്യാം, ഒരു കാലത്തേക്കും നമ്മുടെ മെസ്സേജ് തിരിച്ചെടുക്കാനാകാതെ എങ്ങനെ റിമൂവ് ചെയ്യാമെന്നൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും എൻഡ് ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ളതിൽ ഓഫ് എന്നാണ് കാണുന്നത്. ഇത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഓൺ ആക്കാൻ പോവുകയാണ്. ഇത് ഓൺ ആക്കാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പ്രൊസീജിയറാണ് നമുക്ക് ഓൺ ആക്കാൻ വേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സിം കാർഡ് നഷ്ടപ്പെടുകയോ അത് മറ്റൊരാൾ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്ത് നിങ്ങളുടെ വാട്സപ്പ് എടുത്തുകൊണ്ട് അവർ ബാക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾ നൽകുന്ന പാസ്വേഡ് കിട്ടിയാൽ മാത്രമേ അവർക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കാമുകനോ കാമുകമായിട്ടൊക്കെ ചാറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടുകാർ ബാക്കപ്പ് ചെയ്തെടുക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളറിയാതെ എടുക്കില്ല. നിങ്ങളുടെ പാസ്വേഡ് കിട്ടിയാൽ മാത്രമേ അവർക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്താണ് ഈ സെക്യൂരിറ്റി, എങ്ങനെയാണ് സെക്യൂരിറ്റി ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. അതിനുമുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. വാട്സപ്പിൽ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഏറ്റവും ആദ്യത്തിൽ നമ്മൾ ഈ ചാനലിലൂടെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് തുടരെ വാട്സപ്പിന്റെ ഓരോ ഫീച്ചേഴ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യുന്നുമുണ്ട്. അപ്പൊ അത്തരത്തിൽ കഴിഞ്ഞ ഈ ഒരാഴ്ചയിൽ വന്ന 3ാമത്തെ അപ്ഡേറ്റ് ആണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് എല്ലാവരും ബാക്കപ്പ് ചെയ്യുന്നവരാണെന്ന് കരുതുന്നു. ബാക്കപ്പ് ചെയ്യുന്നവരല്ലെങ്കിൽ ഉടൻ തന്നെ ബാക്കപ്പ് ചെയ്ത് തുടങ്ങുക. ബാക്കപ്പിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം എന്റെ സ്ക്രീനിൽ വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ ബാക്കപ്പ് ചെയ്ത മെസ്സേജുകൾ നമുക്കിത് എൻക്രിപ്റ്റഡ് ആക്കുന്നതിന് വേണ്ടി, അതായത് നമ്മൾ ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എൻഡ് ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ള ഈ ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും എൻഡ് ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് ഈസ് ഓഫ് എന്നുള്ള ഒരു പോപ്പപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കപ്പ് മെസ്സേജുകൾ, നിങ്ങൾ ബാക്കപ്പ് ചെയ്തെടുത്ത് വെച്ച മെസ്സേജുകൾ
സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന ഭാഗത്ത് ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടേൺ ഓൺ എന്ന് കാണുന്ന ആ ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും end-to-end encrypted ബാക്കപ്പ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് അതിന്റെ വിശദാംശങ്ങൾ, അതായത് നിങ്ങൾ ബാക്കപ്പ് എങ്ങനെയാണ് ഇത് ലോക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് ക്രിയേറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ പാസ്വേഡാണ് നിങ്ങളുടെ ബാക്കപ്പ് മെസ്സേജുകൾ മറ്റൊരാൾക്ക് തിരിച്ചെടുക്കാനാകാത്തതിന് വേണ്ടി നമുക്ക് ലോക്ക് ചെയ്യാനുള്ളത്. ഇവിടെ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കോഡുകളൊക്കെ ടൈപ്പ് ചെയ്യുന്നതിന് കൂടെ ഒരു ലെറ്റർ കൂടെ ടൈപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇതുപോലെയുള്ള, അതായത് ഇതുപോലുള്ള പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യണം. ആദ്യം ഒരു ഇംഗ്ലീഷ് അക്ഷരമാല ടൈപ്പ് ചെയ്യുക, അതിനുശേഷം 1 or 2 അല്ലെങ്കിൽ നിങ്ങളുടെ പേരോ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. ശേഷം നിങ്ങൾ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഡ് നമ്പറുകളൊക്കെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അക്ഷരമാലകളിൽ മറ്റു വേർഡുകളൊക്കെ ഉപയോഗിക്കുക. അതായത് ഒരു ലെറ്റർ എങ്കിലും നിങ്ങൾക്ക് ഈ പാസ്വേഡിൽ വേണം എന്നർത്ഥം. അപ്പോൾ അത്തരത്തിൽ പാസ്വേഡിൽ ഒരു ലെറ്റർ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഈ പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പാസ്വേഡിൽ ഒരു ലെറ്ററും ബാക്കി സംഖ്യകളൊക്കെ ടൈപ്പ് ചെയ്തു, തുടർന്ന് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. വീണ്ടും ആ ഒരു പാസ്വേഡ് നമ്മൾ നൽകിയിരിക്കുന്ന പാസ്വേഡ് വീണ്ടും ടൈപ്പ് ചെയ്യണം. നിങ്ങൾ ഓർക്കുന്ന പാസ്വേഡ് മാത്രം ടൈപ്പ് ചെയ്ത് വെക്കുക. മറന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കില്ല. പിന്നെ ഞാനത് മറന്നുപോയി, അത് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാമെന്നുള്ള അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പാസ്വേഡ്, നിങ്ങൾ മറക്കാത്ത ഒരു പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ക്രിയേറ്റ് യുവർ end-to-end encrypted ബാക്കപ്പ് എന്നുള്ള ആ ഒരു ഭാഗം കാണാൻ സാധിക്കും. ഇനി ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് മെസ്സേജുകൾ, നമ്മൾ ബാക്കപ്പ് ചെയ്ത മെസ്സേജുകളൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാണ്, അതായത് ഒന്നുകൂടെ ബാക്കപ്പായി ഓട്ടോമാറ്റിക് ബാക്കപ്പിലേക്ക് മാറുകയാണ്. ആ ബാക്കപ്പിലേക്ക് മാറി പൂർത്തിയാകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ ഈ ഒരു ഭാഗം 100% എത്തിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മൾ സാധാരണ ബാക്കപ്പ് ചെയ്യുന്ന പോലെ ആ ഒരു പ്രിപ്പയറിംഗ് ഗൂഗിൾ ഡ്രൈവ് ബാക്കപ്പ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇതുപോലെ കാണിക്കും. ഇത് 100% ആയിക്കഴിഞ്ഞാൽ അങ്ങനെ പൂർത്തിയായിട്ട് നമ്മുടെ ബാക്കപ്പ് പൂർത്തിയാകുന്നവരെ വെയിറ്റ് ചെയ്യണം. 100% പൂർത്തിയായി കഴിയുമ്പോഴാണ് ഈ ഒരു ഫീച്ചർ, അതായത് നമ്മുടെ ബാക്കപ്പ് ചെയ്ത മെസ്സേജുകളൊക്കെ സെക്യൂർ ചെയ്ത് തരിക. നമ്മൾ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന മെസ്സേജുകളൊക്കെ സെക്യൂർ ആയി. മാത്രമല്ല ഇവിടെ നമ്മൾ നേരത്തെ end-to-end encrypted ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ നേരത്തെ ഓഫ് എന്നായിരുന്നു കണ്ടത്, ഇപ്പോൾ അത് ഓൺ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി പേടിക്കാതെ നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജുകൾ നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റാരെങ്കിലും എടുത്ത് നിങ്ങളുടെ വാട്സപ്പ് ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്ത് ഇത്തരത്തിൽ റീസ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മെസ്സേജ് റീസ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.